ഹായ് ഫ്രണ്ട്സ്. അപ്പം ഈ വോക്സ് സിനിമാസ് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ഈ മമ്മൂട്ടിയുടെ ബസൂക്ക എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ഒരു കഥാസാരം വെളിയിൽ വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ഏപ്രിൽ 10 റിലീസാകാൻ പോകുന്ന ബസൂക്ക എന്ന് പറഞ്ഞ മമ്മൂട്ടിയുടെ ചിത്രം. അപ്പോൾ ഈ ചിത്രത്തിൽ എന്താണ് കഥാസാരമെന്ന് ആളുകൾക്ക് ഒരു പിടുത്തവും കിട്ടാതിരിക്കുകയാണ്. ഇതുവരെ ഗെയിം ത്രില്ലറാണ് എന്ന് മാത്രമാണ് നമുക്ക് മനസ്സിലായിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ എമ്പുരാന് 27-ാം തീയതി ശേഷം 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് റിലീസാവുന്നത്. ഇനി ഏകദേശം ഒരു മാസത്തിനുള്ളിലേ ഉള്ളൂ ഈ സിനിമ റിലീസാവാനായിട്ട്. അപ്പോൾ ഈ സിനിമയുടെ കഥയുടെ ഒരു സാരം വെളിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈക്കോപാത്തിനെ തേടിയുള്ള ഒരു യാത്രയാണ് ബസൂക്ക എന്ന് പറഞ്ഞ സിനിമ. സൈക്കോപാത്തിനെ കണ്ടുപിടിക്കുക. അത് സൈക്കോപാത്തിനെ കണ്ടുപിടിക്കുന്നത് വെറുതെ ഉള്ള രീതിയിൽ സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള ചരിത്രത്തിലുള്ള സിനിമകളുടെ പോലെയുള്ള രീതിയിലല്ല. ഇതിനകത്ത് കഥ പറയുന്നത് ഒരു വീഡിയോ ഗെയിമിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇതിൻ്റെ കഥ പറയുന്നതെന്ന് ആണ് ഇതിൻ്റെ വെബ്സൈറ്റിനകത്ത് കൊടുത്തിരിക്കുന്നത്, വോക്സ് സിനിമാസിൻ്റെ വെബ്സൈറ്റിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം ആ ഒരു രീതിയിൽ കഥ പറയുന്നതിനോടൊപ്പം തന്നെ അത്രയ്ക്കും ത്രില്ലിങ്ങും ആയിരിക്കും. നമുക്ക് ആ സിനിമ ഒരു സൈക്കോപാത്തിനെ പിടിക്കാൻ പോകുന്നത് ആരാണ് സൈക്കോപാത്ത് എന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ അത് കണ്ടുപിടിക്കുന്നത് തന്നെ ഓരോ വീഡിയോ ഗെയിമിൻ്റെ പശ്ചാത്തലത്തിലുള്ള സ്റ്റോറി ബേസിലാണ് നമുക്ക് അതിൻ്റെ കഥ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ അത്രയ്ക്കും ത്രില്ലിംഗ് ആയിരിക്കും. നമുക്ക് വീഡിയോ ഗെയിം എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എങ്ങനെയായിരിക്കും. അവിടെ അതിൻ്റെ അപ്പുറത്ത് ആൾ കാണും, പക്ഷേ ഇപ്പുറത്തായിരിക്കും നടന്നിരിക്കുന്നത്, ഇത് കണ്ടുപിടിക്കാൻ പോകുന്ന ആൾ നിൽക്കുന്നത്. അപ്പോൾ അവിടെ കണ്ടുപിടിക്കാൻ വേണ്ടി പല ക്ലൂകൾ അതിൻ്റെ ഇടയിൽ കാണും. അതൊക്കെ അങ്ങനെയുള്ള രീതിയിൽ കണ്ടുപിടിച്ച് ത്രില്ലിംഗ് ആയിട്ടുള്ള രീതിയിൽ കഥ പറയുന്ന ഒരു സിനിമയാകും ബസൂക്ക എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിൻ്റെ കഥാസാരമാണ് ഇപ്പോൾ വെളി വന്നിട്ടുള്ള, മുഴുവൻ കഥയല്ല. അപ്പോൾ അത് നമുക്കിപ്പം ബുക്ക് ബൈ ഷോയിലാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ആ സിനിമയിലെ ചെറിയൊരു കഥാസാരം അതിൻ്റെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലുള്ള ഡിസ്ക്രിപ്ഷനാണ് വെളി വന്നിട്ടുള്ളത്, അല്ലാതെ കഥ മൊത്തത്തിൽ വെളി വന്നിട്ടില്ല. അപ്പം ഇതൊരു പുതിയൊരു അനുഭവമായിരിക്കും മലയാളികൾക്ക് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം മലയാളത്തിൽ ഇതുപോലുള്ള ഗെയിം ത്രില്ലർ വന്നിട്ടില്ല. അതുമാത്രമല്ല, ഇന്ത്യൻ സിനിമയിൽ തന്നെ വളരെ അപൂർവമായിട്ട് മാത്രമേ ഇങ്ങനെ ഒരു സിനിമ വന്നിട്ടുള്ളൂ എന്നാണ് അണിയർ പ്രവർത്തകരിൽ നിന്നും അറിയാൻ സാധിച്ചത്. അപ്പോൾ ഈ ഏകദേശം 1-2 സിനിമകൾ ചിലപ്പോൾ വന്നിട്ടുണ്ടായിരിക്കും. അത് ചിലപ്പോൾ നമ്മൾ കാണണമെന്നില്ല. വെളിയിലുള്ള ലാംഗ്വേജിൽ വന്നിട്ടുള്ള സിനിമകളുടെ പ്രചോദനം ഉൾക്കൊണ്ടെടുത്ത സിനിമയായിരിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബസൂക്കയ്ക്ക് വേണ്ടി മമ്മൂട്ടി ആരാധകർ വെയിറ്റ് ചെയ്യുന്നതിന് യാതൊരു പ്രശ്നവും ഇല്ല. വെയിറ്റ് ചെയ്തോളൂ, അതിനുള്ള മുതൽ അതിനകത്ത് കാണും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ആരാണ് നമുക്കറിയാം, സരിഗമയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അവർ ഒന്നും കാണാതെ ഒന്നും ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യില്ല. പിന്നെ അത് മാത്രമല്ല, ദുബായിൽ വെച്ച് നമ്മുടെ മാർച്ച് 26-ാം തീയതി ട്രെയിലർ ലോഞ്ച് വെച്ചിരിക്കുകയാണ്. അപ്പം വെറുതെ ഒരു പ്രതീക്ഷയില്ലാത്ത സിനിമയ്ക്കൊന്നും അവർ ഇത്രയും വലിയ രീതിയിൽ ദുബായിൽ വെച്ചൊന്നും ട്രെയിലർ ലോഞ്ചൊന്നും ചെയ്യില്ല. മമ്മൂട്ടിയുടെ ട്രെയിലർ ലോഞ്ച് ചെയ്ത സിനിമകളിലെല്ലാം ഏകദേശം നമുക്കറിയാം കണ്ണൂർ സ്ക്വാഡും ഭീഷ്മപർവ്വം അതൊക്കെ എങ്ങനെയുള്ള രീതിയിലാണ് ഹിറ്റായി പോയതെന്ന് നമുക്കറിയാം. അപ്പോൾ അതുപോലെ തന്നെ ഈ സിനിമയ്ക്കും ഒരു വലിയൊരു വിജയത്തിനുള്ള സാധ്യത നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒട്ടും പ്രതീക്ഷയില്ലാതിരുന്ന ഒരു സിനിമയാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് പോലെ തന്നെയാണ് ബസൂക്ക എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം അത്രയ്ക്ക് ഒരു വലിയ ഹൈപ്പൊന്നും ആ സിനിമയിൽ കിട്ടില്ല. സിനിമയിൽ ടീസർ വെടി വന്നപ്പോഴത്തേക്കും നമുക്ക് മമ്മൂട്ടിയുടെ സ്റ്റൈലിഷ് ആയിട്ടുള്ള വേഷങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചെങ്കിലും നമുക്ക് ആ സിനിമ എന്താണെന്നും അല്ലെങ്കിൽ ഗെയിം ത്രില്ലർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ജേണലിൽ സിനിമ വരുമ്പോഴത്തേക്കും അത് എങ്ങനെയാണ് പോകുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ അതൊരു പുതിയ രീതിയിലുള്ള സിനിമയാണ്. അതൊരു പരീക്ഷണ ചിത്രം പോലെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ കഥാസാരം വെടി വന്നപ്പോൾ നമുക്ക് ത്രില്ലിംഗ് ആയിട്ട് നമുക്ക് തിയേറ്ററിൽ നിന്ന് കാണാൻ സാധിക്കുന്ന ഒരു കഥയായിരിക്കും ഇതിൽ നിന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. കാരണം ഇതിൻ്റെ കഥ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കഥ പറഞ്ഞത് മമ്മൂട്ടിയുടെ പോയി ഇതിൻ്റെ തിരക്കഥാകൃത്തായ ഡീനോ ഡെന്നീസ് കഥ പറയാൻ വേണ്ടി പോയപ്പോഴത്തേക്കും കല്ലൂർ ഡെന്നീസിൻ്റെ മകനാണ്. അപ്പം ഒരു അവസരം കൊടുത്തു കഥ പറയാൻ, കഥ കേട്ടിരിക്കാമെന്ന് പറഞ്ഞിട്ട് കഥ കേട്ടപ്പോഴത്തേക്കും മമ്മൂട്ടിക്ക് അത്രത്തോളം ഇഷ്ടമായതിനു ശേഷം മമ്മൂട്ടി തന്നെയാണ് ഡീനോ ഡെന്നീസിനോട് പറഞ്ഞത് ഈ സിനിമ നീ തന്നെ സംവിധാനം ചെയ്യണമെന്ന്. അപ്പം അതിനകത്ത് എന്തെങ്കിലും ഇല്ലാതെ മമ്മൂട്ടി ഇപ്പോൾ സിനിമ സ്ക്രിപ്റ്റ് സെലക്ഷനൊക്കെ നമുക്ക് അറിയുന്നുള്ള കാര്യമാണ്. അപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റ് സെലക്ഷൻ മമ്മൂട്ടിക്ക് ഉള്ളത് കൊണ്ട് മമ്മൂട്ടി ആ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്തെങ്കിൽ ആ സ്ക്രിപ്റ്റിനകത്ത് എന്തോ ഉണ്ട്. പിന്നെ മമ്മൂട്ടി കമ്പനി അത് പ്രൊഡ്യൂസ് ചെയ്യാത്തത് എന്താണെന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു ബഡ്ജറ്റിൽ വരുന്ന സിനിമയാണ്. അപ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സാമ്പത്തിക ശേഷി ചിലപ്പോൾ കുറവായിരിക്കും. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ മമ്മൂട്ടി കമ്പനി ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്തത്. പക്ഷേ ഈ സിനിമയ്ക്ക് വേണ്ടി നിങ്ങൾ ആരാധകർ കട്ടയ്ക്ക് കാത്തിരുന്നോ ഈ സിനിമയ്ക്കകത്ത് എല്ലാം ഉണ്ട് എന്നുള്ളത് ഈ സിനിമയുടെ കഥാസാരം നമുക്ക് വെടി വന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനിയിപ്പം ആരും പറഞ്ഞുകൊണ്ട് വരണ്ട, ഇതിൻ്റെ കഥ നിനക്ക് എവിടെ നിന്നിട്ട് വോക്സ് സിനിമാസ് എന്ന് പറഞ്ഞ എൻ്റെ വെബ്സൈറ്റിലകത്ത് കയറി. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ന്യൂസ് ചാനലുകളിലും അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയാസിലൊക്കെ ഇപ്പോൾ അതിൻ്റെ വാർത്തകൾ വെടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കഥാസാരം എന്ന് പറഞ്ഞത് ഒരു സൈക്കോപാത്തിനെ തേടിയുള്ള ഒരു അന്വേഷകൻ്റെ യാത്രയാണ്. അതും പശ്ചാത്തലം എന്ന് പറയുന്നത് വീഡിയോ ഗെയിമിൻ്റെ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന സിനിമ എന്നുള്ളതാണ് അതിനകത്ത് വെബ്സൈറ്റിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം ആ രീതിയിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇട്ടിട്ടുള്ളത്. ഇതിപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്തിരിക്കാം. അപ്പോൾ ഓക്കെ, നന്ദി, നമസ്കാരം.